നമ്മൾ സുള്ളിയായിട്ട് പോകുന്നത് ബ്ലീച്ച് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ അതിലെ 4ാമത്തെ എപ്പിസോഡും 11ാമത്തെ എപ്പിസോഡ് നമ്പർ കൗണ്ട് 24 ആണ്. വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിന് നമ്മുടെ കുഗാക്കു അവരുടെ സഹായികളോട് ആ സാധനം പൊക്കാൻ വേണ്ടി പറയുകയാണ്. ഇതേ സമയം തന്നെ അവരാണെങ്കിൽ എന്തോ ഒരു ലിവർ താഴേന്ന് മേളിലോട്ട് വരും, അത് പിടിച്ചിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ഇച്ചിഗോയും ഫ്രണ്ട്സും നിൽക്കുന്ന തറയാണെങ്കിൽ മേളിലേക്ക് പൊക്കുന്നത് പോലെ അവർക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ആ മുകളിലുള്ള സീലിംഗ് ആണെങ്കിൽ 2 വശത്തേക്ക് പോവുകയും അത് മാത്രമല്ല അവരാണെങ്കിൽ മുകളിലേക്ക് പൊങ്ങി പോകുകയെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ അവരെ മുകളിലേക്ക് എത്തുകയാണ്. ഇതാണ് എൻ്റെ ഫ്ലവർ ക്യാനോൺ എന്ന് നമ്മുടെ കുഗാക്കു പറയുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ ആകാശത്തോട്ട് എറിയുന്നത് വലിയൊരു മണ്ടത്തരമല്ല നമ്മുടെ ഇഷിത ചോദിക്കുന്ന സമയത്ത് ഫുഗാക്കു ആണെങ്കിൽ അവൻ്റെ തലയ്ക്ക് നേരെ വലിയൊരു ബോൾ എറിയുകയാണ്. ഇതാണെന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഗാക്കു പറയുകയാണ് അതിലേക്ക് നിന്റെ സ്പിരിച്വൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അത് ചെയ്യാൻ വേണ്ടി സാമ്പത്തിക്കുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ കുഗാക്കു ആണെങ്കിൽ ഗാച്ചിനോട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ ഗാച്ചു ഒന്ന് പഠിപ്പിക്കുക നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോയും ഗാച്ചും നമ്മൾ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുകയും നമ്മുടെ കുഗാക്കുവിൻ്റെ കയ്യിൽ നിന്ന് അവർ അടി മേടിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഗാച്ചു ആണെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ എനർജി ആ ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്ത് തന്നെ അവരുടെ ചുറ്റും ഒരു ബബിൾ പോലത്തെ ഒരു സംഭവം കണ്ടിട്ട് അവരെല്ലാവരും ഞെട്ടുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ കുഗാക്കു പറയുകയാണ് ഇതാണ് നമ്മുടെ ക്യാനോൺ. സോൾ സൊസൈറ്റി പ്രൊട്ടക്ട് ചെയ്യുന്ന ആ മതിലിനെ കുറിച്ചും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ മതിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് സെക്കി എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിന് നമ്മുടെ കുഗാക്കു ആണെങ്കിൽ അതിന്റെ ഒരു ചെറിയ കഷ്ണം തറയിലേക്ക് വെച്ചിട്ട് അതിനെ ശക്തിയായിട്ട് ഇടിക്കുന്നു. എന്നാൽ ആ കല്ലിനൊന്നും സംഭവിക്കുന്നില്ല, അതിന് ചുറ്റും എല്ലാം പൊട്ടുകയാണ്. സ്റ്റോൺ ആണെങ്കിൽ സ്പിരിച്വൽ എനർജി എല്ലാം ഡീവിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ചുറ്റും കവർ ചെയ്യുന്ന മതിലുകൾ കാരണം അവിടെ വലിയൊരു ബാരിയർ ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ആ ബാരിയറിനെ തകർക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ആ ബാരിയറിലോട്ട് വരുന്ന ആകാശത്തിൽ നിന്നുള്ള അറ്റാക്കും അതിന് പോരാതെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അറ്റാക്കിനെയും ആ ബാരിയർ നമ്മുടെ കുഗാക്കു അവരോടെല്ലാവരോടും പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിച്ച ഈ ക്യാനോൺ ബോൾ കാരണം നിങ്ങൾക്ക് അതിൻ്റെ അകത്തിലേക്ക് കടക്കാൻ വേണ്ടി എന്നിട്ട് ഈ ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അവരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കുഗാക്കു. എന്നാൽ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ എനർജി ഓവറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ തല ഇറങ്ങി കിടക്കുകയാണ്. ഗാച്ചുവിനോട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗാച്ചു ചോദിക്കുന്നത് എന്തിനാണ് ആ സോൾ റിപ്പറിനെ നമ്മളെ സഹായിക്കുന്നത്? ബ്രദറിനെ കൊന്നത് ഒരു സോൾ റിപ്പർ അല്ലേ, എന്നിട്ടും നീ എന്തിനു വേണ്ടിയാണ് അവരെ സഹായിക്കുന്നത്? എല്ലാം നിർത്തിക്കോ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല് എന്ന് നമ്മുടെ കുഗാക്കു പിന്നീട് കാണിക്കുന്ന സോൾ സൊസൈറ്റിയിൽ നമ്മുടെ റെഞ്ചിയും അതുപോലെ തന്നെ തെറ്റ്സസായി എന്ന് പറഞ്ഞ ഒരു സോൾ റിപ്പറിനെയും ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ മീറ്റിങ്ങിന് വേണ്ടി പോകുന്നു. എന്നാൽ അവരവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു ലെഫ്റ്റ് ഹാൻഡർ മാത്രമേ ആ മീറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആരും ഇല്ലാത്ത എന്താണെന്ന് പറഞ്ഞ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ഡിവിഷന്റെ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള റാങ്കിക്കും അങ്ങോട്ട് വന്നിട്ട് അവരോട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് എല്ലാം ഇപ്പോൾ തിരക്കിലാണെന്ന് അവരോട് പറയുന്നത്. നമ്മുടെ റെഞ്ചിനോട് നമ്മുടെ മോമോ ചോദിക്കുവാണ് എൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഐസനെ കണ്ടായിരുന്നു. നമ്മുടെ റെഞ്ചി ഇല്ലെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ മോമോ പറയുകയാണ് ഐസൻ ഇപ്പോൾ വളരെയധികം വിചിത്രമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ റെഞ്ചി ആണെങ്കിൽ അവളോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു എന്തോ അവന് മാറ്റമുണ്ട്. വീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയും കൂട്ടുകാരെയുമാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും ആ ക്യാനോൺ ബോൾ പഠിക്കുകയായിരുന്നു. ബട്ട് നമ്മുടെ ഇച്ചിഗോനെയും കൊണ്ട് മാത്രം ആ ക്യാനോൺ ബോൾ ഉണ്ടാക്കാൻ പഠിക്കാൻ സാധിക്കുന്നു. പിന്നീട് കുഗാക്കു ആണെങ്കിൽ മരിച്ചുപോയ തൻ്റെ ബ്രദറിന് വേണ്ടി ഒരു കപ്പിൽ സാക്കയൊക്കെ ഒഴിച്ച് എന്നിട്ട് അവൻ്റെ ബ്രദറിനോട് സംസാരിക്കുകയാണ്. ഞാൻ ഇന്നൊരു സോൾ റിപ്പറിനെ സഹായിക്കും. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ ഇപ്പം ഇവിടെ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ നീയും അതേ ചെയ്യത്തുള്ളന്നിരിക്കും. കാരണം സോൾ റിപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നീയായിരുന്നു. അങ്ങനെ അവർ പഠിച്ച ടെക്നിക്ക് അവരെ ചെയ്ത് കാണിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടെയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഇച്ചിഗോനെ കളിയാക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവരുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ആ ടെക്നിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാ ആൾക്കാരും പോയെങ്കിൽ പോലും നമ്മുടെ ഇച്ചിഗോ പോകുന്നില്ല, കാരണം പഠിക്കാതെ ഞാൻ കഴിക്കുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഗാജു കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനു വേണ്ടിയാണ് റൂക്കിയെ രക്ഷിക്കാൻ വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നത്? കാരണം റൂക്കിയാണ് എന്നെ ഒരു തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഇച്ചിഗോ. അതിന് പകരമായി എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ ഗാച്ചുവിന് മനസ്സിലാക്കുകയാണ് ഇവൻ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ഇച്ചിഗോയ്ക്ക് നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ആ ടെക്നിക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വലിയ വട്ടത്തിൻ്റെ അതിൽ നിന്ന് പാസ് ചെയ്യുന്നത് പോലെ ആലോചിച്ചാൽ മാത്രം മതി, നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി സാധിക്കും. അതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ കൂട്ടുകാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഇച്ചിഗോയ്ക്ക് വേണ്ടി അവർ കുറച്ച് ഫുഡ് ഒക്കെ മാറ്റി വെക്കുകയാണ്. ഇതേ സമയം തന്നെ അവിടെ എന്തോ വലിയ കുലുക്കങ്ങളൊക്കെ ഉണ്ട്. ഒർഹിമിക്ക് മനസ്സിലാക്കുന്നത് ഇച്ചിഗോന്റെ സ്ഥലത്തു നിന്നാണ്. അങ്ങനെ അവർ അങ്ങോട്ട് പോകുന്നു. കുഗാക്കു ആണെങ്കിൽ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഗാച്ചുനെയാണ് നമ്മുടെ കുഗാക്കു കാണുന്നത്. നോക്കുന്ന സമയത്ത് ഇച്ചിഗോന്റെ സ്പിരിച്വൽ എനർജി അവനെ ഓവറായിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവനോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് ഇച്ചിഗോ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്തിട്ട് ക്യാനോൺ ബോൾ ഉണ്ടാക്കുന്നു. എന്നാൽ അവൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ തന്നെ അതങ്ങ് പൊട്ടിപ്പോകുന്നു ആ ക്യാനോൺ. എന്നിട്ട് നമ്മുടെ കുഗാക്കു ആണെങ്കിൽ ഇച്ചിഗോ ചെയ്ത തെറ്റിന് അവന് ഇന്ന് ഭക്ഷണം കൊടുക്കത്തില്ലെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് അസംബ്ലി ഹാളിന്റെ മുന്നിൽ നിൽക്കുന്ന ഗിൻ ഇച്ചിമാറു. അതിനുള്ളിൽ അവിടെ ഉള്ള എല്ലാ സ്ക്വാഡിന്റെ ക്യാപ്റ്റനും അതുമാത്രമല്ല അവരുടെ കമാൻഡറും അവിടെ തന്നെ നമ്മുടെ ഇച്ചിമാർ വിചാരിക്കുകയാണ് എന്നെ വിളിച്ചത് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് മാത്രമല്ല 33rd ഡിവിഷൻ ക്യാപ്റ്റൻ എന്താ ഇവിടെ ഇല്ലാത്തതെന്നും അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 11th ഡിവിഷൻ ക്യാപ്റ്റൻ അവനോട് ചോദിക്കുന്നു നീ അല്ലേ ആ കീടാണുക്കളുടെ അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയത്, എന്നിട്ട് നീ അതിൽ പരാജയപ്പെട്ടു അല്ലേ? 500 നോക്കുകൾ
ശത്രുക്കളെ ഒന്നിച്ച് പോരാടുന്ന നിനക്ക് അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത്? ഞാൻ വിചാരിച്ചു അവർ മരിച്ചെന്ന് നമ്മുടെ ഇച്ചിമാറു. പിന്നീട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന 12th ഡിവിഷൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇച്ചിമാറു അവരെ അറിഞ്ഞുകൊണ്ട് വിട്ടടിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ 12th ഡിവിഷൻ ക്യാപ്റ്റന് ഇത് പറഞ്ഞത് 11th ഡിവിഷൻ ക്യാപ്റ്റൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവരോട് നിർത്താൻ വേണ്ടി പറയുന്നു. ഇച്ചിമാറു, നീ എന്താണ് കാണിച്ചത്? നിന്റെ എനിമീസിനെ നീ എന്തിനു വേണ്ടിയാണ് വിട്ട് കളഞ്ഞത്? ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ ഇച്ചിമാറു എനിക്കൊന്നും പറയാനില്ലെന്നും പറയുന്നു. അതേസമയം തന്നെ നമ്മുടെ ഈസനാണെങ്കിൽ നമ്മുടെ ഇച്ചിമാറുവിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ അതേസമയം തന്നെ അവിടെ എല്ലായിടത്തും അലാറം അടിക്കുകയാണ്. എന്നാൽ വീണ്ടും ആ നോക്കുകൾ വന്നതിനുള്ള അലാറമായിരുന്നു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.